ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് വിശേഷത്തിലേക്ക് കടന്നാലോ? അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ, അതായത് കടപ്പാട്ടൂരിലേക്ക് അലീനയുടെയും ബാലചന്ദ്രനെയും കൃഷ്ണമോളുടെയും അടുത്തേക്ക് ബബിതേനെയും രോഹിത്തിനെയും കൊണ്ടുവിടാനായിട്ട് രാജീവനും ശിവനും വരികയാണ്. അങ്ങനെ രാജീവനും ശിവനും കടപ്പാട്ടൂരിലെ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി കൊണ്ടുവന്നങ്ങ് നിർത്തിയിട്ട് ബബിതേനെ രോഹിത്തിനെ വണ്ടിക്കകത്ത് അങ്ങ് ഇറക്കി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ അകത്തേക്ക് കയറി പോകുന്നതൊക്കെ കൊള്ളാം, നിങ്ങൾ ആരോടും മിണ്ടാനൊന്നും നിൽക്കേണ്ട, നേരെ കയറി പോയാൽ മതി. വെറുതെ തർക്കുത്തരം പറയാനോ അങ്ങനെ ശത്രുക്കളെ സംവദിക്കാനോ ഒന്നും ഇനി പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ആദ്യം രാജീവനും നമ്മുടെ ശിവനും കൂടെയാണ് കടപ്പാട്ടൂരിലെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് നേരെ ഡോറിന്റെ അങ്ങോട്ടേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിച്ചതും അലീന വന്ന് വാതിൽ തുറക്കുന്നു. അലീന ഒരു കറുത്തൊരു ചുരിദാറും കറുത്തൊരു ഷാളൊക്കെയാട്ടോ ഇട്ടിരിക്കുന്നത്. വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്ന ഈ ഒരു സമയത്ത് നമ്മുടെ അലീനയും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവര് എന്തിന്റെ പുറപ്പാടെടുത്തിട്ടാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോ അലീനെ തട്ടിക്കൊണ്ട് പോകാനാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതില് അലീന ഇങ്ങനെ അന്തം വിട്ട് നിന്നപ്പോ, മോളെ നീ പേടിക്കണ്ട അലീനെ, ഞങ്ങൾ വന്നത് നിന്നെ ഉപദ്രവിക്കാനൊന്നും അല്ല. ഇനി ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശം ഇല്ല. നിന്നെ ഉപദ്രവിക്കാം എന്നൊരു ഉദ്ദേശം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലേ ഇല്ല. അതുകൊണ്ട് നിന്നെ ഉപദ്രവിക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത് രോഹിത്തിനെയും ബബീനെയും ഇവിടെ ആക്കാനാണെന്ന്. അപ്പൊ രോഹിത്തിനെയും ബബീനെയും ഒന്ന് നോക്കി കഴിഞ്ഞപ്പോ രോഹിത്തും ബബിയും വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന, അതിനിപ്പോ എന്താ, ഇത് അവരുടെ വീടല്ലേ, അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് ഇഷ്ടമുള്ളപ്പോ ഇങ്ങോട്ടേക്ക് കയറി വരാമെന്ന്, പിന്നെന്തിനാ പേടിക്കാനിരിക്കുന്നത്? പേടിക്കാനൊന്നുമില്ല, അവരോട് കയറി വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ശിവൻ പറഞ്ഞു, മക്കളെ കയറി അകത്തേക്ക് പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്തും ബബിതയും കയറി അകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അലീനയെ രൂക്ഷമായി തുറപ്പിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ടാണ് രണ്ടുപേരും കൂടെ കയറി മേളിലേക്ക് പോകുന്നത്. അലീനയും നോക്കി. അലീന നോക്കിക്കഴിഞ്ഞ് ഇവര് മേളിലേക്ക് കയറി പോയി കഴിഞ്ഞാണ് പിന്നെ ശിവനും നമ്മുടെ രാജീവനും സംസാരിക്കുന്നത്. അങ്ങനെ ശിവൻ പറയുന്നുണ്ട്, മോളെ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് നിനക്ക് ദേഷ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഇപ്പൊ ആരോട് ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമില്ല. അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റിയ ആൾക്കാരാണോ നിങ്ങൾ എന്റെ ആരാണെന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി തന്നെയാ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. നിങ്ങൾ എന്നോട് പല പരാക്രമം കാണിച്ചപ്പോഴും നിങ്ങൾ ആരാണെന്ന് നന്നായിട്ട് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല, മനസ്സിൽ സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം, അതെ, അല്ല അവര് രണ്ടുപേരും എന്തിയെ? ബാലചന്ദ്രനും കൃഷ്ണമോളും അവര് ഇവിടെ ഇല്ല, അവര് അമ്മയുടെ അടുത്ത് പോയതാ. ആണോ? അങ്ങോട്ടേക്ക് പോയോ? പോയി, ഇപ്പം വരാറായി. എന്നെ വിളിച്ചപ്പോ അവിടെ നിന്ന് ഇറങ്ങിന്നാ പറഞ്ഞത്. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. മോൾക്ക് വല്ല പണിയോ ഉണ്ടായിരുന്നോ? പണി ചെയ്യുമായിരുന്നോ? എങ്കിൽ അകത്തേക്ക് കയറിപ്പോക്കോ. അതൊന്നും സാരമില്ല. നിങ്ങൾക്ക് എന്താ കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടത്? ഞാൻ തരാം. അയ്യോ, ഒന്നും ഇപ്പൊ വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. വെറുതെ മോള് ബുദ്ധിമുട്ടണ്ട. എനിക്ക് അതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. നിങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ വെച്ചുണ്ടാക്കി തരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അറിയാം മോളെ, അറിയാം, നീ നല്ലൊരു പെങ്കൊച്ചാണെന്നൊക്കെ അറിയാം. പക്ഷെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് മോളെ, നീ കാരണമാണ് ഇപ്പൊ ഈ കുടുംബം ഈ ഒരു അവസ്ഥയില്. വേണ്ട, നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ കാരണമാണ് ഈ കുടുംബം ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ പറയല്ല. നിങ്ങളുടെ പെങ്ങള് കാരണമാ. അതിന് നിങ്ങൾ എന്നെ പഴിചാരിയിട്ട് യാതൊരു കാര്യവുമില്ല. ക്ഷമിക്കായിരുന്നു, പൊറുക്കായിരുന്നു, എല്ലാം ചെയ്യായിരുന്നു. അത് തന്നെയാ ഞങ്ങൾക്ക് പറയാനുള്ളത് മോളെ. നിന്റെ അച്ഛനെ ക്ഷമിക്കായിരുന്നു, പൊറുക്കായിരുന്നു. നീ വേണം നിന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. നീ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വൈജയ്ക്ക് ഈ വീട്ടിലേക്ക് വരാനൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ നീ തന്നെ പറയണം നിന്നെ വേറെ എങ്ങോട്ടേലും മാറ്റാനായിട്ട്. അത് വെറും ആളെ മാറ്റുന്നത് പോലെയല്ല, ഒരു എന്താ പറയാ, സർവന്റിനെ മാറ്റി അല്ലെങ്കിൽ ഒരു ശത്രുവിനെ മാറ്റി പറഞ്ഞു വിടുന്നത് പോലെയൊന്നും അല്ല. നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞത്. അത് നടക്കുന്നു തോന്നുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളൊക്കെ. ഒന്നെങ്കിൽ അച്ഛൻ അടങ്ങണമെങ്കിൽ ഞാൻ തന്നെ ഇവിടുന്ന് പോകേണ്ടി വരും. അതായത് അച്ഛനെ ധിക്കരിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും. എന്നാലും അച്ഛൻ അടങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. അല്ല അലീന, നിനക്ക് അച്ഛനാണോ നിന്റെ അമ്മയാണോ വലുത്? അത് നിന്റെ പെറ്റമ്മയല്ലേ? പെറ്റമ്മ പോലും പെറ്റമ്മ എനിക്ക് വലുതൊക്കെ തന്നെയാ. പെറ്റമ്മ ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ പ്രസവിച്ചത് ആ അമ്മ തന്നെയാണ്. എങ്കിലും എന്നെ ഇപ്പം വളർത്തുന്ന എന്റെ അച്ഛനാണ് എനിക്ക് ഈശ്വരന് തുല്യം. ആ അച്ഛനെ എന്നെ വേണമെങ്കിൽ ഉപേക്ഷിക്കായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ വെറുക്കേണ്ട ആരായിരുന്നെന്നോ? ആ അച്ഛനല്ലേ എന്നെ ഇപ്പൊ സ്നേഹിക്കുന്നത്. ആ അച്ഛനല്ലേ എന്നെ ചേർത്ത് പിടിക്കുന്നതും. അപ്പൊ ആ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിലനിൽക്കണമെന്ന് പറഞ്ഞാല് ദൈവം എന്റെ കണ്ണിക്കുത്തില്ലേ? നിങ്ങൾ പറയുന്നത് എത്രത്തോളം ശരിയാണ്, അതിൽ എത്രത്തോളം തെറ്റുണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്.
എല്ലാം ചിന്തിച്ചിട്ടാ മോളെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. വേറൊന്നുമല്ല, ഒരു കുടുംബം തകരാതെ ഇരിക്കാൻ വേണ്ടിയാ ഇതൊക്കെ മോളോട് പറയുന്നത്. കുടുംബം തകരാതെ ഇരിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത് എങ്കിലേ തെറ്റാ, അത് തെറ്റാ. ഇപ്പൊ എന്റെ അച്ഛനാ ഈ കുടുംബം തകരാതെ ഇരിക്കാൻ നോക്കുന്നത്. അത് നിന്റെ തോന്നലാ മോളെ. ചത്ത എലിയെ ഇട്ട് ഇങ്ങനെ തട്ടിക്കളിക്കില്ലേ പൂച്ച, അതുപോലെയാ ബാലചന്ദ്രൻ തട്ടിക്കളിക്കുന്നത്. അല്ല, ആരാ പറഞ്ഞത് അങ്ങനെയാണ് അച്ഛൻ തട്ടിക്കളിക്കുന്നത്? ഒരിക്കലും അച്ഛൻ ആരെയും തട്ടിക്കളിക്കുന്നില്ല. അച്ഛന് വേണമെങ്കിൽ ഒരേ ഒരു തീരുമാനം എടുക്കായിരുന്നു, ഒറ്റയടിക്ക് ഒരേ ഒരു തീരുമാനം. എല്ലാം ഉപേക്ഷിച്ച്, അമ്മയെ ഉപേക്ഷിച്ച്, എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഈ ഒരു വാശിക്ക് വൈരാഗ്യത്തിന് പോകായിരുന്നു. അച്ഛൻ അത് ചെയ്തോ? ഇല്ല, അച്ഛൻ അതെന്താ ചെയ്യാത്തത്? അച്ഛന് നല്ല ബോധ്യമുണ്ട് അച്ഛന്റെ കുടുംബം നല്ല രീതിയിൽ തന്നെ അച്ഛന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് മാത്രം അച്ഛൻ അതൊന്നും ചെയ്യാത്തത്. അത് നിങ്ങൾക്കാ മനസ്സിലാക്കാത്തത്. ഈ ലോകത്തില് വലിയ വലിയ മനസ്സുള്ള ഒരു മനുഷ്യനാ, ആ ഒരു മനുഷ്യൻ തന്നെയാ എന്റെ അച്ഛന്. ആ അച്ഛനെ കുറ്റപ്പെടുത്തിയാലേ എനിക്ക് താങ്ങാനാവില്ല. പിന്നെ കട്ടപ്പാട്ടൂരിലേക്ക് അമ്മയെ കൊണ്ടുവരുന്നതും അത് ബാക്കി കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനം എടുത്താൽ മതി. ഒരിക്കലും എൻ്റെ അച്ഛനെ കുറ്റം പറയുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാ ഇത്രയൊക്കെ ഞാൻ സംസാരിച്ചത്. ജന്മം കൊണ്ട് എൻ്റെ അച്ഛനല്ലെങ്കിലും ആ അച്ഛൻ കർമ്മം കൊണ്ട് എൻ്റെ അച്ഛനായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ അത് നിലമറന്ന് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങ് മാറി പോവാണ് കേട്ടോ. ഏതായാലും അലീന മാറി ജ്യൂസൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങ് പോയ ഒരു സമയത്താണ് നമ്മുടെ കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടെ കടപ്പാട്ടൂരിലേക്ക് വരുന്നത്. അവർ മുറ്റത്ത് വന്നപ്പോ തന്നെ ദേ കിടക്കുന്നു കൊല്ലംപറമ്പിലെ വണ്ടി. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, ദേ അച്ഛ, കൊല്ലംപറമ്പിലെ വണ്ടിയാണല്ലോ കിടക്കുന്നത്. അതെ അതെ അതെ, കൊല്ലംപറമ്പിലെ വണ്ടി തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ വന്നിട്ടുണ്ട്. അടുത്ത ഉദ്ദേശം എന്താണെന്ന് അകത്ത് കയറി ചെന്ന് നോക്കേണ്ടി തന്നെ വരും. മോളെ ഏതെങ്കിലും കയറി വാ എന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും കൂടെ അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും, ഇതാരാ? എന്റെ അളിയന്മാരാണോ വന്നിരിക്കുന്നത്? അല്ല, എന്തു പറ്റി? ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള വഴി മറന്നുപോയി എന്നാണല്ലോ ഞാൻ ഓർത്തത്. ഏതായാലും വന്നത് നന്നായി, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടായിരുന്നേ എന്ന് നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോഴത്തേക്കും രാജുവിന് ശിവനും അവിടെ എണീറ്റു. അല്ല ബാലചന്ദ്ര, അതെ ഞങ്ങൾ വന്നത്. പറഞ്ഞോ, നിങ്ങൾ വന്നതിന് കാരണം എന്താ? അത് വേറൊന്നുമല്ല, രോഹിത്തിനെയും ബബീനെയും കൊണ്ടാക്കാനാണ് ഞങ്ങൾ വന്നത്. ഓഹോ, അപ്പൊ അവര് തിരിച്ചു വന്നോ? അത് കൊള്ളാലോ. അല്ല, അവരുടെ കോഴ്സ് കഴിഞ്ഞോ? അല്ല, അവരിവിടുന്ന് കോഴ്സ് പഠിക്കാനല്ല അങ്ങോട്ടേക്ക് വന്നത്. പഠിച്ച് പാസ്സായി കാണും. ഇത്ര ദിവസം കൊണ്ട് കോഴ്സ് പഠിച്ച് പാസ്സായ വേറൊരു കോഴ്സും ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും കൊള്ളാം, അവരെ ഞാൻ കാണുന്നുണ്ട്. പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? അത് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ അവരെ കൊണ്ടാക്കാൻ വന്നതാണ്. അല്ല, എങ്ങനെയുണ്ട് വൈജയ്ക്ക്? ഓ, വൈജയ്ക്ക് ഭയങ്കര സുഖമാണല്ലോ. പിന്നെ ഈ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിലൊക്കെയാ സംസാരിക്കുന്നത്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. അത് എനിക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളിപ്പോ വന്നത് നന്നായി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കുറച്ച് കാര്യങ്ങളെ എനിക്ക് നിങ്ങളെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നുണ്ട്, വൈജയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾ തിരിഞ്ഞിട്ട് നോക്കുന്നുമില്ല. അതൊന്നും സാരമില്ല. ഇതുവരെ ചെലവായ ബില്ലിന്റെ കണക്കാ. 8 ലക്ഷത്തി ചില്ലുവാനം രൂപയായിട്ടുണ്ട്. ഈ ചില്ലുവാനം എന്നതും കൂട്ടി നോക്കണേ എത്രയാണെന്ന്. ഇതങ്ങോട്ട് പിടിക്കാം. അപ്പൊ നമ്മുടെ ശിവൻ ചോദിച്ചു, ഇതെന്താ ബാലചന്ദ്രൻ ഞങ്ങൾക്ക് ഈ ബില്ല് തരുന്നത്? ഇത് എന്തിനാ ഞങ്ങളുടെ കയ്യിൽ തരുന്നത്? തന്റെ ഭാര്യയല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? ഓ, എന്റെ ഭാര്യ അല്ലെന്നേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അവളെ എപ്പോഴാ ആക്സിഡന്റ് ആയത്? എന്റെ ഭാര്യ അല്ല, എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി കൊല്ലം പറമ്പിൽ വരുന്നതിന് 4 കിലോമീറ്റർ മുമ്പ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ മുമ്പ്? ഇവിടെ കഴിഞ്ഞ് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞ്. അപ്പം 4 കിലോമീറ്റർ ആണോ ഈ 8 കിലോമീറ്റർ ആണോ അടുത്തടുത്തുള്ളത്? അപ്പം കൊല്ലം പറമ്പിലെ ആ ഒരു വീട്ടിന്റെ മുറ്റത്തിന്റെ കുറച്ച് മീറ്റർ മാറി എത്തിയ സ്ഥലം കറക്റ്റ് നിങ്ങൾക്ക് അറിയാലോ എവിടെയാണെന്ന്. അപ്പം പിന്നെ അത് എന്റെ പരിധിയിൽ പെട്ടതല്ലേ? അത് കൊല്ലം പറമ്പുകാരുടെ പരിധിയിൽ പെട്ടതാണേ. അപ്പൊ പിന്നെ എങ്ങനെയാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഒരു ഭാര്യ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് തന്നെ വേണോ ഭാര്യയുടെ ചെലവൊക്കെ നോക്കാനായിട്ടും? അല്ല, കോടതിയിൽ നിന്ന് ഡിവോഴ്സ് ആയി പോയവര് ഒരുമിച്ച് കോടതിയിൽ വന്നു, ഡിവോഴ്സ് ആയി 2 വഴിക്ക് പോയവര് ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവാണോ ആ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്? ആയിരിക്കുവോ? അല്ലല്ലോ, ആ ഭർത്താവല്ലല്ലോ. അപ്പൊ പിന്നെ ഇതും അങ്ങനെയൊക്കെ തന്നെയാ. എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയവളല്ലേ അവള്. എന്താ ബാലചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ശിവൻ. അപ്പോഴത്തേക്ക് രാജീവനും പറഞ്ഞു, ബാലചന്ദ്ര ഇതെന്താ ഒരു മനസാക്ഷി ഇല്ലാത്ത വർത്താനമൊക്കെ പറയുന്നത്? ഓ, ആർക്കാണോ മനസാക്ഷി ഇല്ലാത്തത്? എനിക്ക് എപ്പം മുതലാ മനസാക്ഷി ഇല്ലാതായത്? നാണം ഉണ്ടോ ഇതൊക്കെ പറയാനായിട്ട്? പ്രസവിച്ച ഒരു പെണ്ണിനെ എന്റെ തലയിൽ ഒന്നും അറിയാതെ കൊണ്ട് കെട്ടിവെച്ചപ്പം ഈ നാണവും മാനവും ഒന്നും ഇല്ലായിരുന്നോ? ഈ അന്തസ്സും അഭിമാനവും ഒന്നും ഇല്ലായിരുന്നോ?
അതെ, ഈ ബാലചന്ദ്രൻ എന്നും ഒരു പടി മുമ്പിൽ നിന്നിട്ടേ ഉള്ളൂ. ഈ ബാലചന്ദ്രൻ എന്നും ഒരു പടി മുമ്പിൽ നിൽക്കാൻ കാരണം സത്യസന്ധമായിട്ട് ബാലചന്ദ്രൻ ജീവിച്ചിട്ടുള്ളൂ. എവിടെയും ബാലചന്ദ്രൻ നുണ പറഞ്ഞ് ഒന്നും നേടിയിട്ടില്ല. നിങ്ങളെക്കാൾ ഒരു മടി മുമ്പിൽ സമ്പന്നനായിരുന്നു ഞാന്. നിങ്ങളുടെ വീട്ടിലെ ഉമ്മറത്ത് നിന്ന് വഴങ്ങഞ്ഞി കുടിച്ചൊരു ശീലം എനിക്കുണ്ടായിരുന്നു. അതൊക്കെ മാറി വൈജയെ കെട്ടാൻ വേണ്ടി തന്നെ നിങ്ങളെക്കാൾ ഒരു പടി കൂടി സമ്പന്നനാകണമെന്ന് ആഗ്രഹിച്ചു തന്നെയാ ഞാൻ പോയത്. അങ്ങ് മണലിൽ പോയി കിടന്ന് അത്രമാത്രം കഷ്ടപ്പെട്ടത്. അതാവുകയും ചെയ്തു. നിങ്ങളെക്കാൾ കൂടി ഒരു പടിയല്ല, 2-3 തട്ട് മുന്നിലായതിനു ശേഷമല്ലേ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. അങ്ങനെ തന്നെ പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. അവള് പിഴച്ച് നടന്ന് പിഴച്ച് പ്രസവിച്ച് ലാസ്റ്റ് ആ കുഞ്ഞിനെയും കൊണ്ടുപോയി മറിച്ചു കൊടുത്ത് അവൾക്ക് ആരും ഈരും പേരും ഇല്ലാതെ വന്നു. അവൾ ഒറ്റയായി എന്നുറപ്പായി കഴിഞ്ഞപ്പോഴേക്കും ഈ ബാലചന്ദ്രനെ വേസ്റ്റിനെ കൊണ്ട് തലയിൽ കൊണ്ട് കമത്തി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പൊ എവിടെയും നിന്ന് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. എന്റെ മുമ്പിൽ നിന്നാ സംസാരിക്കുന്നത്. ഈ ഞാൻ വേണോ അവളുടെ ചെലവുകളെല്ലാം വഹിക്കാന്? എനിക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് അവളുടെ ചെലവ് വഹിക്കാനേ മനസ്സില്ലാഞ്ഞിട്ടാ. ധിക്കാരി അവള് എന്നെ ഉപേക്ഷിച്ച് എന്റെ മക്കളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതല്ലേ. പോട്ടെ, അവള് പോട്ടെ. അവൾ ഇനി എന്റെ ജീവിതത്തിലേക്ക് വരണമെന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ല് മുഴുവൻ അടയ്ക്കേണ്ടത് എന്റെ പുന്നാര ആങ്ങളമാര് തന്നെ ആയിരിക്കും. ഇത് കേട്ടത് രാജീവൻ പറഞ്ഞു, എന്റെ പൊന്നും ബാലചന്ദ്ര, കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഇനിയെങ്കിലും അതൊക്കെ ഒന്നും മറക്ക്. അതൊക്കെ മനസ്സിലിട്ടോണ്ട് നടന്ന് ഇങ്ങനെ ചൂട് കയറ്റി കുടുംബം തകർത്ത് കളയാതെ. ആര് കുടുംബം തകർത്തു? ഞാൻ കുടുംബം തകർത്തോ? ഒരിക്കലും ഇല്ല. ഞാൻ കുടുംബം തകർത്തു എന്ന് നിങ്ങൾ പറയുന്നത് ശരിയായിരുന്നു. അത് വൈജയോട് ഞാൻ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഇതുവരെ ഞാൻ അവളോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്ക് അവളോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാന് എന്റെ നാക്ക് പൊങ്ങാഞ്ഞിട്ടൊന്നും അല്ല. ഞാൻ കട്ടക്കി പിടിച്ചു വെച്ചിട്ടാ. അവള് സത്യങ്ങൾ അറിയരുത്. ഇപ്പോഴ് അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊക്കെ കൂടി പറഞ്ഞല്ലോ, നിങ്ങളുടെ പെങ്ങളങ്ങോട്ട് കെട്ടിത്തൂങ്ങി ചാകുന്നു. അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അവള് ചത്തന്നോർത്തോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മക്കൾക്ക് തള്ളയില്ലാതായിപ്പോ, അത്രേ ഉള്ളൂ. പിന്നെ ചാവുകയോ ചാകാതിരിക്കുകയോ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവള് എന്നെ ഇത്രയും നാളും ഇട്ട് വട്ട് തട്ടി കളിച്ചു. അവൾ എന്നെ അവളുടെ സാരി തുമ്പിൽ കെട്ടിക്കൊണ്ട് നടന്നു. അപ്പൊ ഇതിനൊക്കെ പകരം വീട്ടിയില്ലെങ്കിലേ ഈ ബാലചന്ദ്രൻ അങ്ങേ വെറും ഉണ്ണാക്കനായി പോവില്ലേ? അതിന്റെ അളിയന്മാര് പറ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കമലയിടത്തി എന്ന് പറയുന്ന ആള് ഇങ്ങനെ വല്ലതും വരുമായിരുന്നെങ്കില് ശിവേട്ടൻ അംഗീകരിക്കുമായിരുന്നോ? ഇല്ലല്ലോ. കമലയിടത്തിയെ പണ്ട് അവിടത്തെ കൊല്ലംപറമ്പി കൈതക്കൽ വീട്ടിൽ നിന്നും തൂത്തടിച്ചിറക്കിക്കൊണ്ട് കളയില്ലായിരുന്നോ? എന്നിട്ട് ഈ ബാലചന്ദ്രൻ ഇപ്പം എല്ലാ വേസ്റ്റോ അവശിഷ്ടങ്ങളും ഒക്കെ എടുത്ത് എന്റെ മടിയിൽ കയറ്റി വെച്ച് അതിനിയും ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞാല് അത് ന്യായമാണോ രാജീവ? രാജീവനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അത് ന്യായമാണോ? ഒരിക്കലും അത് ന്യായമല്ല. പിന്നെ ഇവിടെ ഒരു പെങ്കൊച്ചിനെ ഞാൻ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. ആ പെങ്കൊച്ച് എന്റെ സ്വന്തം മോളായിട്ട് തന്നെ ഇവിടെ വളരും. ആര് തർക്കിക്കാൻ വന്നാലും, ആര് ഈ വീട്ടിൽ കേറില്ലെന്ന് പറഞ്ഞാലും അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പോകുന്നില്ല. അതിനൊക്കെ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിട്ട് വേണം എന്റെ പൊന്നാരാളിയന്മാരിനി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളാനായിട്ട്. അല്ലാതെ വൈജയുടെ വക്കാലത്തും പിടിച്ച് പെങ്ങളെ സംരക്ഷിക്കണം, പെങ്ങളെ നോക്കണം, പെങ്ങളെ ഭാര്യയായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്റെ ഈ വീട്ടില് കടപ്പാട്ടൂര് എന്റെ ഈ വീട്ടില് നിങ്ങളുടെ കാല് കുത്തിയാല് അന്ന് എന്റെ ഏടത്തിക്ക് ചൂലിന് തല്ല് കിട്ടിയത് ഓർമ്മയുണ്ടോ? എന്റെ പൊന്നാര അളിയന് ശിവേട്ടന് ഓർമ്മയുണ്ടോ? നല്ല അടി മേടിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എഴുന്നള്ളി പോയത്. എന്ത് പറ്റി? ഇപ്പം കാണുന്നില്ലല്ലോ. വരദൂഷണം പറയാനോ അതിനോ ഇതിനോ ഒന്നും വരുന്നില്ലല്ലോ. ഒന്ന് ചെന്ന് പറഞ്ഞേരെ. വേണമെങ്കിൽ ഇനിയും കൂടെ വാ, നമുക്ക് ഒരു തല്ലൂടെ നടത്താന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്ന വഴി മനസ്സിലായല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട. എന്റെ അളിയന്മാരോട് എനിക്കൊരു ചെറിയ ബഹുമാനമൊക്കെ ഉണ്ട്. നിങ്ങൾ തെമ്മാടികളാണ്, നിങ്ങൾ ക്രിമിനലാണ്, നിങ്ങൾ കോപ്പിലെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ആ ബഹുമാനം പറഞ്ഞ് ബാലചന്ദ്രൻ ഒന്നും ചെയ്യില്ല. അത്രവും ഒരു വാക്ക് ഞാൻ തരാം. അത്രയും വാക്കേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ഈ ബില്ല് അങ്ങോട്ട് പിടിച്ച് ഈ ബില്ല് കൊണ്ടുപോയി കെട്ടുകയോ ഈ ബില്ലിന്റെ പൈസ എനിക്ക് തരികയോ ഈ ബില്ലിന്റെ പൈസ നിങ്ങൾക്ക് തരാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഈ ബില്ല് നിങ്ങളുടെ കയ്യിൽ ഇരുന്നാൽ മതി. പിന്നെ പൈസയുടെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാട്ടോ. അതിന് കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മോശമായി കളിയാക്കി നമ്മുടെ ബാലചന്ദ്രൻ രാജീവനെ ശിവനെ അങ്ങ് നിർത്തി എണ്ണയിൽ പൂരിച്ചെടുക്കുന്ന ഒരു സീനാണ് കേട്ടോ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത്.
അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി, അറിയാലോ. ഇന്ന് നമുക്ക് എന്താ പറയാ, ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന്റെയും റിപ്പബ്ലിക് ദിന ആശംസകളൊക്കെ നേരുകയാണ്. അപ്പൊ അതും കൊണ്ട് കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പൊ കുറച്ചധികം ഉറങ്ങിപ്പോയി കേട്ടോ. നമുക്ക് മക്കൾക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് എണീക്കും. ഈ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാതെ വരുമ്പോഴാണ് അമ്മമാർ കുറച്ച് ലേറ്റ് ഒക്കെ ആയി മടിച്ചുകളായിട്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഞാനും കുറച്ച് മടിച്ചായി പോയി. രാവിലെ ഈ മക്കൾക്ക് ക്ലാസ് ഇല്ലെങ്കിൽ എണീക്കാം ഭയങ്കര പാടായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് മക്കളെ കറക്റ്റ് സമയത്ത് വിടണ്ടേ. അപ്പം പിന്നെ നമ്മൾ എണീറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ വീഡിയോയും ചെയ്യാൻ വേണ്ടി കറക്റ്റ് സമയത്ത് എണീക്കും. കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ നമുക്ക് കഥ ഇന്ന് ഫുൾ വിശേഷം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ വൈകിട്ട് നമ്മൾ എന്നും പ്രമോവിശേഷം ഇടുന്നുണ്ട്, മറക്കരുത്. നമ്മൾ പ്രമോവിശേഷം എന്നും വൈകിട്ട് ഇടുന്നുണ്ട്. ഒരു 8:15 കൂടി നമ്മൾ പ്രമോവിശേഷം ഇടുന്നുണ്ട് എന്നും, നമ്മുടെ അലീനയുടെ കഥ. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയുടെയും പ്രേമവിശേഷം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ടേ. അതുപോലെ തന്നെ രേവതിയുടെ സച്ചിയുടെയും ഫുൾ വിശേഷവും നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വിശേഷം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് അലീനയുടെ അപ്കമിങ് വിശേഷമാണ്. അത് നമ്മൾ ഉടനെ തന്നെ ഇന്ന് ഉച്ചയോടൊക്കെ കൂടി തന്നെ അപ്കമിങ് വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ അപ്കമിങ് വിശേഷം നമ്മൾ ഒരു 3, 4, 5 എപ്പിസോഡ്, അതായത് വരാനിരിക്കുന്ന 3, 4, 5 എപ്പിസോഡ് ഒരു 10, 15, 20 മിനിറ്റിന് ഉൾക്കൊള്ളിച്ച് പറയുന്ന ഒരു ഇതാണ് ഈ അപ്കമിങ് വിശേഷം, വരാനിരിക്കുന്ന കഥ. അപ്പൊ അത് ഈ ചാനലിലല്ല നമ്മൾ ചെയ്യുന്നത്, റിയൽ സ്റ്റോറി ന്യൂ എന്നാണ്. നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ വഴിയില്ല. ലിങ്ക് ഒന്ന് ചോദിച്ചാൽ മതി, കമന്റിൽ ഹായിന്നോ വല്ലതും ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് കമന്റിലൂടെ ലിങ്ക് ഇട്ട് തരാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് പോസ്റ്റ് ഇല്ലേ എൻ്റെ ഈ ഒരു പ്രൊഫൈലിനകത്ത്, അതായത് നമ്മുടെ ഈ ഒരു റിയൽ സ്റ്റോറിക്കകത്ത് നിങ്ങളൊന്ന് കയറി നോക്കി, അതിനകത്ത് പോസ്റ്റിനകത്ത് കിടപ്പുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നൊക്കെ പറയാം. അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്കമിങ് വിശേഷം ഇടുന്ന ചാനലിന്റെ ആ ഒരു ഇത് പിക്ചറും ഇട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു റിപ്പബ്ലിക് ദിനാശംസകളൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ജിൽ ജിൽ ചിന്നുവിനകത്താണ്. അപ്പൊ അതിനകത്ത് ബിസിനസിന്റെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളതിനകത്ത് കോഡ് സെറ്റും കുർത്തീസും ഇനി ഉടനെ സാരിയൊക്കെ അവൈലബിൾ ആക്കണതാണ് കേട്ടോ. അപ്പൊ ഒന്ന് പോയി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ 4, 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുർത്തീസോ അല്ലെങ്കിൽ കോഡ് സെറ്റോ ഒക്കെ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണേ.